ഇടുക്കിയിലൊക്കെ വേറെ എന്തുകൊണ്ട് വിശേഷം? ഇടുക്കിയിലൊക്കെ മഴയുണ്ട്. ആ, ഇടുക്കിയിലൊക്കെ മഴയുണ്ട്. ആ, ഇടുക്കിയിലൊക്കെ മഴയുണ്ട്. ഈ നാട്ടുകാരന്ന് ഈ വിഷയങ്ങളൊക്കെ ഈ വാർത്താ ചാനലിലൊക്കെ വന്നപ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടായോ അതോ സന്തോഷമായോ? സന്തോഷമായി അല്ലേ? എനിക്കിതൊക്കെ വിളിച്ചു പറയുന്നത് സന്തോഷല്ലേ? എനിക്കിത് വിളിച്ചു പറയുന്ന സന്തോഷമാണ്. അതെ അല്ലേ? നാട്ടുകാർ എന്തോ ഒരു പേരിട്ടായിരുന്നു എന്ന് പറയുന്നത് കേട്ടു. പേരിട്ടതാ? എന്തോ പേര്? മജിസ്ട്രേറ്റ്. നാട്ടുകാര് മറിയ ചേച്ചിക്ക് ചാർത്തി കൊടുത്ത പേരാ മജിസ്ട്രേറ്റ്. അങ്ങനെ വിളിക്കണമെങ്കിൽ എന്തോ ഒരു കുരുത്തക്കേട് ഒപ്പിച്ചിട്ടില്ലേ? ഒപ്പിച്ചിട്ടുണ്ട്. എന്താ കുരുത്തക്കേട്? എന്തായാലും വൃത്തിയോട് കണ്ടാലും ഞാൻ വിളിച്ചു പറയും. എന്ത് വൃത്തിയോട് കാണിച്ചാലും മറിയ ചേച്ചി വിളിച്ചു പറയും. കോടതി പോവും. സാക്ഷി പറയും. കേസ് കൊടുക്കുമ്പോൾ സാക്ഷ്യം പറയും. ആണല്ലേ? ഈ ധൈര്യമൊക്കെ എവിടുന്ന് കിട്ടി? അച്ഛന്റെ ധൈര്യമാണോ അമ്മയുടെ ധൈര്യമാണോ? അച്ഛനൊന്നും അത്ര ധൈര്യമില്ല. അവര് ഭീഷണിപ്പെടുത്താനൊക്കെ വരത്തില്ലയോ? ഭീഷണിപ്പെടുത്താൻ വരും. അപ്പൊ എന്ത് ചെയ്യും? പോയി പണി നോക്കാൻ പറയും. പിന്നല്ല, ഈ ഭീഷണിപ്പെടുത്തി പത്രക്കാരൊക്കെ അനാവശ്യമായിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചു അല്ലേ? ഒരുപാട് സ്വത്തുണ്ട് എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ ചാനലിൽ തന്നെ മറിയ ചേച്ചി ഞാനാ ഇന്റർവ്യൂ ചെയ്തേ. എന്നോട് ക്ഷമ പറഞ്ഞു. പിന്നീട് ക്ഷമ പറഞ്ഞു, മാപ്പ് പറയിപ്പിച്ചു. അല്ല, മാപ്പ് പറഞ്ഞാൽ കേസ് കോടതി കിടക്കുക. കേസുണ്ട്, 2 കോടതിയിലുണ്ട്. 1 ഹൈക്കോടതി, 1 അടിമാലി. എനിക്ക് വേണം, കാരണം ഞാൻ വീട്ടിൽ കൊണ്ടാ തന്നല്ലേ. അപ്പൊ വേണ്ടെന്ന് പറയണോ? ഈ ധൈര്യം വേണം അല്ലേ? പിന്നെ എല്ലാവർക്കും ഈ ധൈര്യം വേണം. ഈ സാക്ഷികൾ ആരെങ്കിലും വന്ന് കൂറുമാറാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ആ സാക്ഷി വാക്കൊന്ന് മാറ്റി പറയാനല്ലല്ലോ ഞാൻ ഇറങ്ങണത്. ഇറങ്ങിയ കണ്ടിട്ടേ പോകും. ഞാൻ ജയിക്കാനാ ഇറങ്ങണത്. ആ വാശി ഉള്ളിലുണ്ടാവും. ആ വാശി എനിക്കുണ്ട് അല്ലേ? ഇപ്പൊ എത്ര വയസ്സായെന്നാ പറഞ്ഞേ? 88 വയസ്സായി. മക്കളോ? മക്കള് 4 പേര്. മരുമക്കള്? മരുമക്കള് 4 പേരും. മരുമക്കൊക്കെ എങ്ങനെയാ? സ്നേഹമുണ്ടോ? മരുമക്കള് ഒന്ന് ഡൽഹിയിലാ, ഒന്ന് വയനാട്, പിന്നെ 2 പേരും ഒന്ന് അടിമാലിയില. മക്കൾക്ക് സ്നേഹമാണോ? മരുമക്കൾക്കും ഒക്കെ സ്നേഹം കുറവായാലും എനിക്കൊന്നും അറിയേണ്ട കാര്യമില്ല. പിന്നെ മരുമക്കൾ എന്റെ വീട്ടിലാ ആണ്. അത് അവരുടെ കാര്യം, എന്റെ കാര്യം. മരുമക്കൾ വീട്ടിൽ വരാറില്ലേ? എനിക്ക് ആരും തരണ്ട, എനിക്ക് എന്റെ ജനങ്ങൾ തരും. സുരേഷ് ഗോപി തരുന്നുണ്ട്. മാണിക്കാപ്പൻ തരുന്നുണ്ട്. പിന്നെ ചെമ്മിത്തള തരുന്നുണ്ട്. ഇപ്പൊ എത്ര രൂപ കിട്ടുന്നുണ്ട് മൊത്തത്തിൽ? എത്ര ആയാലും എനിക്ക് അത് പോരെ. ആണല്ലേ? ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ അത്യാവശ്യം വരുമാനമുള്ളതും പറഞ്ഞാലേ അത്യാവശ്യം വരുമാനം ഇപ്പൊ ഇവിടെ ഉള്ള. അതുകൊണ്ട് അവിടെ നിർത്തി. 4ാമത്തെ ആളുടെ പേര് പറയുന്നതിന് മറിയ ചേച്ചിക്ക് മനസ്സിലായി ടാക്സ് അടയ്ക്കേണ്ടി വരും. ഓണത്തെ കുറിച്ച് ചോദിച്ചാലും റംസാനെ കുറിച്ചാലും ക്രിസ്മസിനെ ചോദിച്ചാലും അവസാനം പെൻഷനിൽ വന്ന് ഇരുത്തുള്ളൂ. അതെ.